اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت ഇബ്രാഹിം وعلى آل ഇബ്രാഹിം. ഒരു മുസ്ലിമിന്റെ നിർബന്ധമായ 5 വക്ത് നിസ്കാരത്തിലെ പ്രാർത്ഥനയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇബ്രാഹിമിനും ഇബ്രാഹിമിന്റെ പരമ്പരക്കും നീ അനുഗ്രഹം ചെയ്തതുപോലെ മുഹമ്മദിനും മുഹമ്മദിന്റെ പരമ്പരക്കും അനുഗ്രഹം ചെയ്യണമേ. ഇബ്രാഹിമിനും ഇബ്രാഹിമിന്റെ പരമ്പരക്കും നീ ഐശ്വര്യം ചെയ്തതുപോലെ മുഹമ്മദിനും മുഹമ്മദിന്റെ പരമ്പരക്കും നീ ഐശ്വര്യം ചെയ്യണമേ എന്നാണ് ഈ പ്രാർത്ഥന. 14 നൂറ്റാണ്ടായി കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഈ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇബ്രാഹിമിന്റെ അബ്രഹാമിന്റെ സന്തതി പരമ്പരകൾ? ജൂതന്മാരും അറബികളും. നമ്മൾ ഇന്ത്യക്കാരും അമേരിക്കക്കാരും അബ്രഹാമിന്റെ സന്തതി പരമ്പരകളിൽപ്പെട്ടവരല്ല. 14 നൂറ്റാണ്ടായിട്ട് തമ്മിലടിച്ച് എല്ലാം നശിപ്പിച്ച് നടക്കുന്നവരാണ് ജൂതന്മാർ, അല്ലെങ്കിൽ അബ്രഹാമിന്റെ സന്തതി പരമ്പരകൾ അറബികൾ. യേശു അബ്രഹാമിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവനാണ് എന്നാണ് പറയുന്നത്. അനുഗ്രഹമാണ് കുരിശിൽ തൂങ്ങിയാടുന്നത്. ഒരു കുരിശിൽ തൂങ്ങിയാടുന്ന ഒരുത്തിനെ പ്രാർത്ഥിക്കുന്ന, ആദ്യം അവനോട് പറയുന്നത് നീ ഒന്ന് ഇറങ്ങിപ്പോ എന്നതാണ് പറയേണ്ടത്. നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ഈ കുരിശിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് അവനോടാണ് പറയേണ്ടത്. പക്ഷെ അവരെ ആരാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഐശ്വര്യം ചെയ്തവർ തമ്മിലുള്ള യുദ്ധം ദൈവം കണ്ടു നിൽക്കുകയാണ്. ഒരുപാട് കുട്ടികളും പാവങ്ങളും മരിച്ചു വീഴുകയാണ്. പടിഞ്ഞാറൻ ഏഷ്യയിലെ സമ്പത്ത് മുഴുവനും നാട്ടുകാർ, അമേരിക്ക അടക്കമുള്ള ക്രിസ്ത്യൻ ഭീകരവാദികൾ തട്ടിക്കൊണ്ടു പോവുകയാണ്. അവസാനമുള്ള സംഭവ വികാസങ്ങൾ എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇറാനെ ആക്രമിച്ചു. അമേരിക്കൻ സുരക്ഷയിലാണ് ഗൾഫ് രാജ്യങ്ങൾ വാഴുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ പാവഭരണകൂടങ്ങൾ, അടിമകൾ വാഴുന്നത്. സുഖ്യന്മാരാണ്. ദുബായിൽ ജോലി ചെയ്തിട്ടുള്ള എനിക്കറിയാം. ഞാൻ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു ഇൻവോയ്സിൽ ഒപ്പിടാൻ പോലും താല്പര്യമില്ലാത്ത ആൾക്കാരായിരുന്നു ഈ സുഖ്യന്മാർ. കാരണം അവർക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഇൻവോയ്സിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ്. ഇത് ചെക്ക് ചെയ്ത് അതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ. അപ്പോൾ സുഖിച്ച് വാഴുക എന്നുള്ളൊരു ചിന്തയോട് ജീവിക്കുന്ന ഈ സുഖ്യന്മാർ അമേരിക്കൻ സുരക്ഷയും ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് പോലെയുള്ള അടിമ ജോലി എടുക്കുന്നവരുടെ അധ്വാനവും കൊണ്ട് സുഖജീവിതം നയിച്ചിരുന്ന അറബികൾ ഒരു പാഠം പഠിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എന്നെ ജയിലിൽ 2 വർഷത്തോളം ഇട്ടത് ഗൾഫ് ഭരണാധികാരികളാണ്. അവര് വൃത്തികെട്ട ഇസ്ലാമിക നിയമങ്ങൾ ഉണ്ടാക്കി വെച്ച് നാട്ടുകാരെ അടിമ വേല ചെയ്യിക്കുന്ന ആൾക്കാരാണ് ഗൾഫ് രാജ്യക്കാർ. നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്ത് വളർന്നവർ നമുക്ക് വിലയില്ല. പക്ഷേ ഗൾഫിൽ അടിമ നിയമങ്ങൾ. അവിടെ സ്പോൺസർഷിപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ പാസ്പോർട്ട് നേരെ മുതലാളിക്ക് കൊടുക്കണം. പിന്നെ 2 വർഷം അവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല. അവർ എന്നാണോ നമുക്ക് പാസ്പോർട്ട് തന്നിട്ട് ഇന്ത്യയിലോട്ട് കയറി പോകാൻ പറയുന്നത് അന്ന് കയറി വരാൻ പറ്റുള്ളൂ. അതുവരെ അടിമ ജീവിതം തന്നെ. അവർ പറയുന്നത് പോലെ അടിമ ജീവിതം ജീവിക്കുക, ജോലി ചെയ്യുക. ഇപ്പോൾ സ്വാതന്ത്ര്യമില്ലാത്ത അടിമ സ്പോൺസർഷിപ്പ്, കഫാലത്ത് എന്നൊക്കെ പറഞ്ഞ അടിമ ജീവിതം. അങ്ങനെ ജീവിതം നയിച്ചിട്ടാണ് നമ്മൾ കേരളം ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ അധ്വാനം അടിമകളെപ്പോലെ ജോലി ചെയ്യിപ്പിച്ച് ഉണ്ടാക്കിയ ഗൾഫ്. അതിനു വേണ്ടിയിട്ട് ഇസ്ലാമിക ഭീകര നിയമം. ഇറാനിൽ സ്ത്രീകൾക്ക് മുഖം കാണിക്കാം, സൗദിയിൽ പറ്റുമില്ല. ഇറാനിൽ അവിടെ ശരിയാണ്. ഇപ്പോൾ മലം തീട്ടത്തിൽ ഏത് തീട്ടമാണ് നല്ലത് എന്നൊന്നും ഞാൻ നോക്കുന്നില്ല. അത് ഞാൻ അത് പറഞ്ഞതിന് തെറ്റ്. എന്നാലും ഇതിൽ ഞാൻ ആരുടെ ഭാഗത്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇറാന്റെ ഭാഗത്താണ്. പൂർണ്ണമായ ശരികളില്ല. കൂട്ടത്തിൽ മികച്ച ശരികൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പോയിന്റ്. ഇറാന്റെ പരമാധികാരത്തിൽ കയറി ഇടപെട്ടിട്ടുള്ളത് ഇസ്രായേലും അമേരിക്കയുമാണ്. പാലസ്തീനിൽ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും റഷ്യയിൽ നിന്നുമൊക്കെ കയറി വന്നവർ ഭരണകൂടങ്ങൾ ഉണ്ടാക്കി അവിടുത്തെ തദ്ദേശീയ ജനതയെ അടിമകളാക്കി ഭരിക്കുകയാണ്. ഇറാനിൽ നിന്ന് ഹൈഫയിലേക്ക് മിസൈൽ വിടുമ്പോൾ അവിടെയുള്ള അറബ് വംശജർക്ക് ബങ്കറുകളില്ല. അത് ഇസ്രായേൽ ഭരണകൂടം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അറബികൾ എന്ന് പറയുമ്പോൾ അവിടെ ക്രിസ്ത്യാനി മുസ്ലിമൊക്കെ പെട്ടു, ജൂതനും പെട്ടു എന്ന് തോന്നുന്നു, അറബികളായ ജൂതർ. അപ്പോൾ ഇങ്ങനെ ഇരട്ടത്താപ്പ്. ഇസ്രായേലിൽ അത് വേറെ വിഷയമാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഒരു പക്ക മതരാജ്യമാണ്. മതപുസ്തകത്തിലെ വാഗ്ദത്ത ഭൂമിയിലേക്ക് വേണ്ടി പോരാടുന്ന ആൾക്കാരാണ് ഇസ്രായേലികൾ. ഐസിസുകാരെ പോലെ തന്നെ ലോകം വെറുക്കേണ്ട ഒരു ജനതയാണ് മതത്തിന് വേണ്ടി പോരാടുന്ന ഇസ്രായേലുകൾ. ഐസിസിന് വേണ്ടിയിട്ട് എല്ലാ മുസ്ലിങ്ങളും പോരാടുന്നില്ല. ഇസ്രായേലിന് വേണ്ടിയിട്ട് എല്ലാ ജൂതരും പോരാടുന്നില്ല. ഇസിസിന് വേണ്ടി പോരാടുന്ന മുസ്ലിങ്ങളും, അത് ഇസ്ലാമിക ഖിലാഫത്തിന് വേണ്ടി പോരാടുന്ന മുസ്ലിങ്ങളും, പ്രാകൃത ജനത, അതേപോലെ വാഗ്ദത്ത ഭൂമിക്ക് വേണ്ടി പോരാടുന്ന ഇസ്രായേലുകളും ഇവരെ സഹായിക്കാൻ മതപുസ്തകത്തിലുണ്ടെന്ന് പറഞ്ഞ് ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ലോകം കുട്ടിച്ചോറാക്കി കുരിശ് യുദ്ധം നടത്തുന്ന ക്രൈസ്തവ ഭീകരരും ഒരുപോലെയാണ്. ഇറാഖ് യുദ്ധം നടത്തി. എന്തിനാണ്? ഇസ്രായേലിനെ സഹായിക്കാൻ ജെനീസിസിലും അങ്ങനെ ബൈബിളിൽ ഒരുപാട് ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് ക്രൈസ്തവ ഭീകരർ പറയുന്നത്. ക്രിസ്ത്യൻ സയനിസം എന്താണെന്ന് നോക്കുക, ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യനികൾ എന്താണ് പറയുന്നതെന്ന് നോക്കുക. ഈ അവസാനത്തെ ട്രംപിന്റെ ആക്രമണം, അതിൽ ട്രംപ് എന്നാ പറഞ്ഞത്? ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തത്. ദൈവം ദൈവം ദൈവം
അപ്പോൾ ഈ ക്രിസ്ത്യൻ ഭീകരർ സമീപകാലത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടാക്കിയിട്ടുള്ളത് ക്രിസ്ത്യൻ ഭീകരരാണ്. അങ്ങനെ നോക്കുമ്പോൾ തമ്മിൽ ഭേദം ഇറാനാണ്. ഇറാൻ മറ്റു രാജ്യങ്ങൾ ആക്രമിച്ചിട്ടില്ല നേരിട്ടിട്ട്. ഇസ്രായേലും അമേരിക്കയും നേരിട്ട് ആക്രമിച്ചു. ആറ്റം ബോംബിട്ട് മനുഷ്യരെ കൊന്നിട്ടുള്ളത് അമേരിക്കയാണ്. ക്രിസ്ത്യൻ തീവ്രവാദ രാജ്യമാണ്. അങ്ങനെയുള്ള അമേരിക്കക്ക് മറ്റുള്ളവർ അണുബോംബ് ഉണ്ടാക്കരുതെന്ന് പറയുന്ന എന്താ അവകാശമുള്ളത്? എന്തുകൊണ്ടാണ് ഇവർ നോർത്ത് കൊറിയ ആക്രമിക്കാത്തത്? കാരണം അവരുടെ കയ്യിൽ അണുബോംബുണ്ട്. രാജ്യത്തിന്റെ സുരക്ഷ എന്ന് പറയുന്നത് അണുബോംബാണ്. ഇപ്പോൾ അതൊരു രാജ്യത്തിന് ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അത് ഇസ്രായേലിനെ നശിപ്പിക്കും. എങ്ങനെയാണ് ഇസ്രായേലിനെ നശിപ്പിക്കുക? ഇസ്രായേലിന് അണുബോംബുണ്ട്. ഒരു അണുബോംബുള്ള രാജ്യത്തെ മറ്റൊരു രാജ്യം നശിപ്പിക്കാൻ ശ്രമിക്കില്ല. കാരണം അത് ഒരെണ്ണം ഇട്ടാൽ പ്രശ്നമാണ്, രാജ്യം മൊത്തം തീരും. അപ്പം അങ്ങനെയുള്ള രാജ്യത്തെ ഇല്ലാതാക്കാൻ ആക്രമിക്കുകയൊക്കെ ചെയ്യും. അണുബോംബ് അവസാനത്തെ ഓപ്ഷനാണ്. അപ്പോൾ ഇറാൻ തിരിച്ചടിച്ചിട്ട് ഇസ്രായേലിനെ ഇല്ലാതാക്കുമെന്ന് ലോകത്ത് ആരും വിചാരിക്കും? ഇസ്രായേൽ ഇല്ലാതാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ആക്രമിച്ചത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഇസ്രായേൽ ഇല്ലാതാവില്ല, അവിടെ അണുബോംബുണ്ട്. ഇറാൻ അണുബോംബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങൾക്കും അണുബോംബ് കൊടുക്കേണ്ടി വരും. അത് പിന്നീട് അമേരിക്കയുടെ ഗുണ്ടായിസം അവസാനിക്കുന്നതിന് കാരണമാകും. അപ്പം എല്ലാവരും ഡോളറിൽ പെട്രോളിയം വിൽക്കണമെന്നുള്ള തിട്ടൂരത്തിന് അന്ത്യമാകും. ഇറാൻ ആക്രമിക്കാനുള്ള മറ്റൊരു കാരണം ഇറാൻ ഡോളറിൽ പെട്രോൾ വിൽക്കുന്നില്ല എന്നത് കൂടി തന്നെ. അതാണ് ഇത് പ്രധാന കാരണം. രണ്ടാമത്, കുരിശ് ഭീകരർ ജൂത ഭീകരരെ സഹായിക്കണമെന്ന് ബൈബിളിലുണ്ട് എന്നുള്ള ഇവരുടെ വിശ്വാസം. എന്തു തന്നെയായാലും ഇറാൻ അമേരിക്കൻ സുരക്ഷയിൽ കഴിയുന്ന അറബ് രാജ്യങ്ങളെ ആക്രമിക്കണം. പാലസ്തീനിൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുമ്പോൾ അവരെ സഹായിക്കാൻ ഇറാനേ ഉണ്ടായിരുന്നുള്ളൂ, അറബ് രാജ്യങ്ങൾ ഉണ്ടായില്ല. ഇറാൻ ആക്രമിക്കുമ്പോൾ ഇറാൻ ആക്രമിച്ച അക്രമകാരികൾക്ക് പിന്തുണയും സ്ഥലവും കൊടുത്തിട്ടുള്ളത് ഗൾഫ് രാഷ്ട്രങ്ങളാണ്. തീർച്ചയായിട്ടും ഇറാന് ഗൾഫ് രാഷ്ട്രങ്ങൾ ആക്രമിക്കാനുള്ള എല്ലാ അർഹതയുമുണ്ട്. അപ്പോൾ ഇറാൻ സിന്ദാബാദ്, ഇറാൻ സിന്ദാബാദ്, ഇറാൻ സിന്ദാബാദ്. ഗൾഫിലെ എല്ലാ ഇസ്ലാമിക ഭരണകൂടങ്ങളും അമേരിക്കൻ തീവ്രവാദ രാജ്യവും ജൂത ഭീകരവാദ രാജ്യവും തൊലഞ്ഞു പോകട്ടെ. ഇവരെയൊക്കെ തകർത്തതിനു ശേഷം ഇറാൻ എന്ന ഭീകര രാജ്യവും തകർന്ന് അവിടെ ലോകത്ത് എല്ലായിടത്തും മതവും ഗോത്രേയതയും ഇല്ലാത്ത, എല്ലാവർക്കും തുല്യ അവകാശങ്ങളുള്ള, മനുഷ്യത്വമുള്ള, മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കുന്ന, നീതിയും സമത്വവും മനുഷ്യത്വവും മുഖമുദ്രയാക്കിയ, ശക്തിയിൽ കീഴടക്കുകയെന്ന വൃത്തികെട്ട കാടത്തം ഉപേക്ഷിച്ച ഒരു ലോകം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ശരി.